ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മാസ് ട്രഷറി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെസിമൽ നമ്പേഴ്സ്, ദശാംശ രൂപങ്ങൾ. അപ്പോൾ നമുക്ക് ഡെസിമൽ നമ്പർ എന്താണെന്നുള്ളത് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ ബോർഡിൽ കുറച്ച് മെട്രിക് മെഷർമെൻറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്, അളവുകൾ. 9 സെൻറ്റിമീറ്റർ 6 മില്ലിമീറ്റർ, 1 മീറ്റർ 29 സെൻറ്റിമീറ്റർ, 1 മീറ്റർ 12 സെൻറ്റിമീറ്റർ, 4 മില്ലിമീറ്റർ. ഇവിടെ യൂണിവേഴ്സൽ ആയിട്ട് അംഗീകരിച്ചിട്ടുള്ള ലെങ്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. മീറ്റർ, പിന്നെ സെൻറ്റിമീറ്റർ, കുറച്ചുകൂടെ നീളക്കുറവുള്ള കുറച്ച് ചെറിയ നീളത്തെ സെൻറ്റിമീറ്റർ, പിന്നെ മില്ലിമീറ്റർ. മീറ്റർ കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ യൂണിറ്റാണ് കിലോമീറ്റർ. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിൽ യൂണിറ്റുകളാണ് ഇവിടെ ഇപ്പം എഴുതിയിരിക്കുന്നത്. ഇത് തമ്മിലുള്ള ബന്ധം നമുക്കത് ഓരോന്ന് വരുമ്പോൾ പറയാം. 9 സെൻറ്റിമീറ്റർ 6 മില്ലിമീറ്റർ, നമുക്കിതിനെ 9 സെൻറ്റിമീറ്ററിലേക്ക് ആക്കണം. 9 സെൻറ്റിമീറ്റർ 6 മില്ലിമീറ്ററിനെ കൂടെ സെൻറ്റിമീറ്റർ ആക്കുക. അതായത് നമുക്കറിയാം, ചെറിയ സ്കെയില്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലെ ചെറിയ സ്കെയിലിൽ 15 സെൻറ്റിമീറ്റർ വരെയുള്ള നീളമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിലെ ഓരോ സെൻറ്റിമീറ്ററിനും ഇടയ്ക്ക് 10 ചെറിയ വരകളുണ്ട്. ആ ചെറിയ വരകളെന്ന് പറയുന്നത് ഒരു 2 ചെറിയ വരകൾക്കിടയ്ക്കുള്ള ആ നീളം 1 മില്ലിമീറ്ററാണ്. അപ്പോൾ 10 മില്ലിമീറ്റർ ചേരുന്നതാണ് 1 സെൻറ്റിമീറ്റർ. നമുക്ക് പറയാം, 10 മില്ലിമീറ്റർ സമം 1 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൽ നിന്ന് 1 മില്ലിമീറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/10 സെൻറ്റിമീറ്റർ എന്നെഴുതാം. അങ്ങനെയാകുമ്പോൾ 6 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എന്ത് വരും? 6 × 1/10. അപ്പോൾ നമുക്കിതിനെ 9 + 9 ഇവിടെ സെൻറ്റിമീറ്ററിൽ തന്നെ കിടക്കുന്നു. 9 + 6 × 1/10, അത്രയും സെൻറ്റിമീറ്റർ അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 9 and 6/10 സെൻറ്റിമീറ്റർ. അതിനെ നമ്മൾ ഇവിടെ ഇപ്പോൾ നോക്കിയാൽ ഇത് 9 ഹോൾ നമ്പറാണ്, 6/10 ഒരു ഫ്രാക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ ഫോമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. 9 അതുപോലെ ഹോൾ നമ്പർ അതുപോലെ എഴുതി. അപ്പോൾ ഈ ഫ്രാക്ഷണൽ പാർട്ടിനെ സെപ്പറേറ്റ് ചെയ്ത് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഒരു പോയിൻ്റ് ഇടുന്നു. എന്നിട്ട് 10ൽ 6, 6/10 എന്നുള്ളത് അങ്ങനെ 0.6 എന്ന് ആകുന്നു. അത്രയും സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതാണ് 9.6 എന്നുള്ളതാണ് ഇതിൻ്റെ ഡെസിമൽ ഫോം എന്ന് പറയും, ദശാംശ രൂപം. അപ്പോൾ ഇത് ഹോൾ നമ്പർ പാർട്ട്, ഇത് ഡെസിമൽ പാർട്ട്, അങ്ങനെ 2 പാർട്ടുകളാണ് ഉള്ളത്. അടുത്ത ഇതോ, ഇവിടെ എങ്ങനെ വരും? 1 മീറ്റർ 29 സെൻറ്റിമീറ്റർ. മീറ്ററും സെൻറ്റിമീറ്ററും തമ്മിലുള്ള ബന്ധം അതെന്താണ്? 100 സെൻറ്റിമീറ്റർ ചേരുന്നതാണ് 1 മീറ്റർ. 100 സെൻറ്റിമീറ്റർ ചേരുന്നതാണ് 1 മീറ്റർ. അങ്ങനെയാകുമ്പോൾ 1 സെൻറ്റിമീറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതിൻ്റെ 100 അല്ലേ? 100 മീറ്റർ എന്നെഴുതാം, 1/100. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 29 സെൻറ്റിമീറ്ററിനെ എങ്ങനെ എഴുതും? 29 × 1/100. അപ്പോൾ 1 മീറ്റർ 29 സെൻറ്റിമീറ്റർ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 + 29 × 1/100, അത്രയും മീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 and 29/100 മീറ്റർ. ഇതിൻ്റെ ഡെസിമൽ ഫോം ഹോൾ നമ്പർ പാർട്ട് എഴുതി, ഫ്രാക്ഷണൽ പാർട്ടിനെ സെപ്പറേറ്റ് ചെയ്യാൻ പോയിൻ്റ് ഇട്ടു. എന്നിട്ട് ന്യൂമറേറ്ററിലുള്ള ഇവിടെ 10ൻ്റെ സ്ക്വയറാണ്, 10 × 10 ആണ്. 2 0 ഇവിടെ വന്നിരിക്കുന്നു, മുകളിൽ 2 സ്ഥാനവുമുണ്ട്. അപ്പോൾ 1.29 മീറ്റർ. അടുത്ത ഇത് 1 മീറ്റർ 12 സെൻറ്റിമീറ്റർ, 4 മില്ലിമീറ്റർ. അതിനെ മീറ്റർ ആക്കണം. അപ്പോൾ ഇവിടെ 1 മീറ്റർ
12 സെൻറ്റിമീറ്ററിനെ നമുക്കറിയാം ഇതുപോലെ എഴുതിയാൽ മതി അല്ലേ, 12/100. അപ്പോൾ ഇതോ മീറ്ററിനാക്കണം. അപ്പോൾ ഈ 4 മില്ലിമീറ്ററിനെ നമുക്ക് എങ്ങനെ മീറ്ററാക്കും? ഇവിടെ നോക്കിയാൽ 10 മില്ലിമീറ്ററാണ് 1 സെൻറ്റിമീറ്റർ, 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ മീറ്ററിൽ എത്ര മില്ലിമീറ്റർ വരും? 100 സെൻറ്റിമീറ്ററിനകത്ത് ഉള്ളത് 100 × 10 മില്ലിമീറ്ററാണുള്ളത്. അതായത് 1000 മില്ലിമീറ്റർ സമം 1 മീറ്റർ. അപ്പോൾ നമുക്ക് 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1/1000 മീറ്റർ. അപ്പോൾ 4 മില്ലിമീറ്റർ 4 × 1/1000. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 + 12/100 അതാണ് മീറ്റർ, പ്ലസ് 4/1000 അത്രയും മീറ്ററാണ്. ഇതെത്ര വരും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാമല്ലോ. ഇവിടെ 10 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെയും 10, അപ്പോൾ 1000 ആകും. അപ്പോൾ ഇവിടെ 10 കൊണ്ട് ഗുണിച്ചാൽ 120, 124 124, 124/1000. അപ്പോൾ ഇതിന് മിക്സഡ് ഫ്രാക്ഷനാക്കി എഴുതിയാൽ 1 and 124/1000 ദാറ്റ്സ് ഈക്വൽ ടു 1.124 എന്ന് നമുക്കതിന് എഴുതാൻ പറ്റും. അത്രയും മീറ്റർ. ഇവിടുത്തെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 6/10, 29/100, 124/1000. അതായത് 10ൻ്റെ പവറുകളാണ് ഇതിൻ്റെ ഡിനോമിനേറ്ററിലുള്ളതല്ല. ഇത്തരത്തിലുള്ള, അതായത് ഡിനോമിനേറ്റർ എല്ലാം 10ൻ്റെ പവറുകളായി വരുന്ന ഇത്തരത്തിലുള്ള ഫ്രാക്ഷൻസിനെയാണ് ഡെസിമൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഡെസിമൽ ഫ്രാക്ഷൻസ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉദാഹരണത്തിൽ കണ്ട പോലെ 1.124. അപ്പോൾ ഇത് ഹോൾ നമ്പർ പാർട്ട്, ഇത് ഡെസിമൽ പാർട്ട്. അങ്ങനെ 2 പാർട്ടുകളാണ് ഉള്ളത്. ഇനി ഡെസിമൽ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് ബേസിക്കായിട്ടുള്ള ചില ഐഡിയാസ് അത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തേത് ഇപ്പോൾ 7/10. 7/10ന് നമുക്ക് ഈ 10, 100, 1000 അങ്ങനെ അവയോട് ഗുണിച്ച് നമുക്ക് അതിൻ്റെ ഒരു ഈക്വൽ ഫ്രാക്ഷൻ ഉണ്ടാക്കിയാൽ 10 കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരും? 70/100. അതുതന്നെയാണ് 100 കൊണ്ട് ഗുണിച്ചാൽ 700/1000. അതുതന്നെയാണ് 1000 കൊണ്ട് ഗുണിച്ചാൽ 7000/10,000 അല്ലേ? ഇങ്ങനെ നമുക്ക് 10ൻ്റെ പവേഴ്സ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വേണമെങ്കിലും ഈക്വൽ ഫ്രാക്ഷന് എഴുതാം. ഇതിനെ ഒന്ന് ഡെസിമലാക്കി നോക്കിയേ. മുമ്പേ നമ്മൾ ഡെസിമലാക്കിയതുപോലെ ഇവിടുത്തെ ഹോൾ നമ്പർ പാർട്ട് ഏതാ? ഹോൾ നമ്പർ പാർട്ട് ഇല്ല. അപ്പോൾ നമ്മൾ ഹോൾ നമ്പർ പാർട്ടിന് 0 കൊടുക്കുന്നു. 0 പിന്നെ സെപ്പറേറ്റ് അതിൻ്റെ ഡോട്ട് പോയിൻ്റ്, ഡെസിമൽ പോയിൻ്റ് ഇടുന്നു. 10 എന്നുള്ളതിന് 7 ഈക്വൽസ്. ഇതോ അതും ഹോൾ നമ്പർ പാർട്ട് 0 പോയിൻ്റ്. ഇതെന്ത് വരും? മുകളിലത്തേത് എഴുതുമ്പോൾ 70. ദാറ്റ്സ് ഈക്വൽ ടു 0 പോയിൻ്റ്, ഇത് 700 അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു ഇവിടം 0.7000. അങ്ങനെ നമുക്ക് എത്ര 0 വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഇട്ട് പോകാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം 0.7 തുല്യമാണ് ഇതെല്ലാം. അതായത് ആ ഡെസിമലിൻ്റെ എക്സ്ട്രീം റൈറ്റിൽ ഏറ്റവും വലത്തെ അറ്റത്ത് നമുക്ക് എത്ര 0 വേണമെങ്കിലും ഇടാം. അങ്ങനെ ഇട്ടെന്ന് വിചാരിച്ച് അതിൻ്റെ വാല്യൂവിന് മാറ്റം ഇല്ല. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഈ ഡെസിമൽ നമ്പേഴ്സിൻ്റെ പ്ലേസ് വാല്യൂ എങ്ങനെയാണെന്ന് നോക്കാം. 325.479 എന്നാണ് ഇത് വായിക്കുന്നത്. അതൊക്കെ ഫ്രാക്ഷണൽ പാർട്ടാണ്. നമ്മൾ ഇത് ഓരോ ഡിജിറ്റായിട്ട് തന്നെ വേണം വായിക്കാൻ. ഇവിടെ ഇപ്പോൾ 325 ഹോൾ നമ്പർ പാർട്ടാണ്. നമുക്കറിയാം 325 മാത്രം എഴുതിയാൽ അതിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? പ്ലേസ് വാല്യൂ 3 × 100
പ്ലസ് 2 ഇൻറ്റു 10 പ്ലസ് 5 ഇൻറ്റു 1 അങ്ങനെയാണ്. അതാണ് അതിൻ്റെ പ്ലേസ് വാല്യൂ. അപ്പോൾ ഇവിടെ ഈ ഡെസിമൽ പാർട്ടിൻ്റെയും കൂടെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. 325 അതുപോലെ എഴുതി. ഇതിനെ ഫ്രാക്ഷനാക്കി എഴുതിയാൽ എങ്ങനെയാണ് എഴുതുന്നത്? 479/1000 എന്ന അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 325 479 എന്നുള്ളതിന് 400 പ്ലസ് 70 പ്ലസ് 9/1000 എന്നാണ് എഴുതുന്നത് അല്ലേ? അപ്പോൾ 325 പ്ലസ് 400 പ്ലസ് 70 പ്ലസ് 9/1000 ദാറ്റ്സ് ഈക്വൽ ടു 325 പ്ലസ് ഇത് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാലോ ബൈ 1000 പ്ലസ് 70/1000 പ്ലസ് 9/1000 ദാറ്റ്സ് ഈക്വൽ ടു 325 പ്ലസ് ഇവിടെ 2 പൂജ്യം അങ്ങ് വെട്ടിക്കളയാമല്ലോ. അപ്പോൾ ബാക്കി 4/10 പ്ലസ് ഇവിടെ 1 പൂജ്യം അങ്ങ് വെട്ടിക്കളയാമല്ലോ 7/100 പ്ലസ് 9/1000 എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കി 325 എന്നുള്ളതിൻ്റെ നമുക്ക് എഴുതിയാൽ 3 ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു 10 പ്ലസ് 5 ഇൻറ്റു 1 പ്ലസ് ഇതെന്ന് പറയുന്നത് 4 ഇൻറ്റു 1/10 ആണ്. 4 ഇൻറ്റു 1/10 അപ്പോൾ 4/10 ആകുന്നു. പ്ലസ് 7 ഇൻറ്റു 1/100 പ്ലസ് 9 ഇൻറ്റു 1/1000 ഇവിടുത്തെ. അപ്പോൾ ഈ 4 1/10 സ്ഥാനത്താണ്. 10th എന്നാണ് ഇതിന് പറയുന്നത്. 1/10 എന്നുള്ളത് 10th. അപ്പോൾ ഇത് ഏത് പ്ലേസിലാണ് കിടക്കുന്നത്? 1/10 പ്ലേസിലാണ്. 7 എന്ന് പറയുന്നത് ഏത് പ്ലേസിലാണ്? 1/100 പ്ലേസിലാണ്. 9 എന്ന് പറയുന്നത് ഏതിൻ്റെ പ്ലേസിലാണ്? 1/1000 പ്ലേസിലാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് ചോദിച്ചാൽ 4ൻ്റെ പ്ലേസ് വാല്യൂ 4 ഇൻറ്റു 1/10 അതായത് 4/10 എന്ന് വേണം പറയാൻ. 7ൻ്റെ പ്ലേസ് വാല്യൂ എന്തെന്ന് ചോദിച്ചാൽ 7 ഇൻറ്റു 1/100 അതായത് 7/100 എന്ന് പറയാം. 9ൻ്റെ പ്ലേസ് വാല്യൂ എന്ന് ചോദിച്ചാൽ 9/1000 എന്നാണ് പറയുന്നത്. ഇനിയും ഈ നമ്പറിനകത്ത് എത്ര 1/10 ഉണ്ട്? അതായത് 1/10 നമ്മൾ 10th എന്നും പറയും. 10th എത്ര? ഇതിനെ 100th 1000th അങ്ങനെയും പറയും. എത്ര 10th ഉണ്ട്? എത്ര 10th ഉണ്ട് എന്ന് ചോദിച്ചാൽ 4 ആ നമ്പർ പറഞ്ഞു, ആ അക്കം പറഞ്ഞേക്കാം. എത്ര 1/100? 100 എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം. 1000 എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം. അങ്ങനെയാണ് അതിൻ്റെ ആൻസറൊക്കെ പറയേണ്ടത്. 2 and 4/100 ഇതിൻ്റെ ഡെസിമൽ ഹോൾ നമ്പർ എഴുതി പോയിൻ്റ് ഇട്ടു. ഇവിടെ താഴെ 100 ആണ് വന്നേക്കുന്നത്. അപ്പോൾ 2 ഡെസിമൽ പ്ലേസ് വേണം. അതായത് ഇവിടെ ഒറ്റ ഡിജിറ്റേ ഉള്ളൂ 4. അപ്പോൾ എന്ന് പറയുന്നത് ഇത് 100th പ്ലേസിലേതാണ്. അപ്പോൾ 10th പ്ലേസിൽ നമ്മൾ 0 കൊടുക്കണം. 0 4 എന്നാണത് എഴുതുന്നത്. 5 and 6/1000. അപ്പോൾ ഇവിടെ 5 പോയിൻ്റ് ഇത് 3 സീറോസ് ഉണ്ട്. 1000 ആണ്. അപ്പോൾ ഇവിടെ 3 ഡെസിമൽ സ്ഥാനം വേണം. അപ്പോൾ എങ്ങനെ എഴുതും? 1000ൻ്റേത് 6, 100th പ്ലേസിന് 0 കൊടുത്തു, 10th പ്ലേസിനും 0 കൊടുക്കണം. ഓക്കെ, അങ്ങനെ. അടുത്തതോ 1 and 17/1000. ഇവിടെ 1 പോയിൻ്റ് ഇവിടെ 3 ഡെസിമൽ സ്ഥാനം വേണം, പ്ലേസ് വേണം. അപ്പോൾ ഇവിടെ 2 ഉള്ളൂ. അതായത് 7 എന്ന് പറയുന്നത് 1000ൻ്റേത്, 1 100th. അപ്പോൾ 10th അവിടെ 0 കൊടുക്കണം. ഇവിടെ ഇത് നോക്കിയാൽ 75/10 ഇതെങ്ങനെ വരും? 75/10 75 എന്ന് പറയുന്നത് 7 and 5/10 എന്ന് എഴുതാമല്ലോ നമുക്ക്. 75 75 75
അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? 7.5. നോക്കി, ഒരു സ്ഥാനം അങ്ങോട്ട് മാറ്റി ഇടത്തോട്ട് മാറ്റി കുത്തിടുന്നു. അതാണ് 7.5. ഇവിടെ നോക്കി, ഇതെങ്ങനെ എഴുതാം? ഇവിടെ 100 ആണ്. അപ്പോൾ ഇവിടെ വന്ന പോലാണെങ്കിൽ ഇത് 3 and 15/100 ആണ്. അപ്പോൾ 3.15. ഇത് 4 and 25/1000 അല്ലേ? 4 and 25/1000. 4 and 25/1000. അതിനെ എങ്ങനെ എഴുതാം? 4 പോയിൻ്റ് ഇവിടെ 3 സ്ഥാനം വേണം. അപ്പോൾ ഇവിടെ തന്നെയുള്ള, അതായത് 5, 2, 0. 4 പോയിൻ്റ്, അതായത് ഇവിടെ നിന്ന് 3 സ്ഥാനം മാറ്റി കുത്തിടും. അങ്ങനെയാണ് നമ്മൾ ഡെസിമൽ നമ്പർ എഴുതുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡെസിമൽ ഫ്രാക്ഷൻ എന്താണെന്നും അതിനെ എങ്ങനെ ഡെസിമൽ നമ്പറായി എഴുതാൻ പറ്റുമെന്നും കണ്ടു. പിന്നെ ചില ബേസിക് ആയിട്ടുള്ള ഐഡിയാസ്, പിന്നെ അതിൻ്റെ പ്ലേസ് വാല്യൂസ്, ഡെസിമൽ നമ്പറിൻ്റെ പ്ലേസ് വാല്യൂസ് എന്തൊക്കെയാണെന്നും മനസ്സിലാക്കി. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും തുടർന്നുള്ള ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.